മച്ചന്മാരെ കഴിഞ്ഞ 11 മാസമായിട്ട് എൻ്റെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഔട്ട്ഡോർ വൈഫൈ CCTV ക്യാമറയാണ് ഇത്. ഇക്വിഷൻ എന്ന് പറഞ്ഞ കമ്പനിയുടെ സബ് ബ്രാൻഡിൽ വരുന്ന 4 MB റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന വൈഫൈ ക്യാമറയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നിലവിലെ ഈ ഒരു ക്യാമറയുടെ റൊട്ടേറ്റിംഗ് നമ്മൾ അങ്ങ് ഓഫാക്കി എടുക്കുകയാണ്. ഒരിക്കൽ കൂടി JP നെറ്റ്വർക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെ എല്ലാവരും നമ്മൾ സ്വാഗതം ചെയ്തു കൊള്ളുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്ക് അടിച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം. ചാനൽ ഇഷ്ടപ്പെടാൻ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഈ ഒരു ക്യാമറ ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. അതിൻ്റെ പർച്ചേസ് ലിങ്ക് വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം. നമ്മുടെ വീടിൻ്റെ അവിടെ വേറൊരു ക്യാമറ ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു ക്യാമറ ഉള്ളതുകൊണ്ടാണ് ഈ ഒരു ക്യാമറ നമ്മൾ റൊട്ടേഷൻ നിലവിൽ ഓഫാക്കി വെച്ചിരിക്കുന്നത്. ഇത് ദഹുവ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ CCTV ക്യാമറ ആണ്. ഇതും വൈഫൈ ക്യാമറ അല്ല, ഇത് സിം ഇടുന്ന ക്യാമറ ആണ്. പക്ഷേ ഞാൻ ഇതിൽ എതർനെറ്റ് കേബിൾ വഴി കൊടുത്തേക്കാണ് മോഡത്തിലേക്ക്. ഈ ക്യാമറ ഇരിക്കുന്നതിൻ്റെ തൊട്ട് അപ്പർ സൈഡിലാണ് വൈഫൈ മോഡം ഇരിക്കുന്നത്, അതായത് ഈ ഒരു ഭിത്തിയുടെ അപ്പർ സൈഡിൽ. അതുകൊണ്ട് തന്നെ വളരെ ചെറിയ ഒരു എതർനെറ്റ് കേബിൾ ഉപയോഗിച്ചിട്ട് കൊടുക്കാൻ സാധിക്കും. ഈ ഒരു ക്യാമറയെ നൈറ്റ് വിഷൻ സമയത്ത് വർക്ക് ചെയ്യുമ്പോൾ ഈ റൊട്ടേറ്റ് ചെയ്യുന്ന ക്യാമറ ഏതെങ്കിലും പ്രാണിയൊക്കെ വരുമ്പോൾ റൊട്ടേറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ക്യാമറയുടെ നൈറ്റ് വിഷൻ്റെ ലൈറ്റിലേക്ക് പോയി കുടുങ്ങുന്നു. പിന്നെ അവിടെ പിടിച്ച് നിൽക്കുകയാണ്, പിന്നെ തിരിച്ചു പോരത്തില്ല. പിന്നെ പോണെങ്കിൽ രാവിലെ നേരം വെളുത്തിട്ട് നൈറ്റ് വിഷൻ ഓഫായി കഴിയുമ്പോഴാണ് തിരിച്ച് പഴയ സ്ഥലത്തേക്ക് ചെല്ലുന്നത്. അതാണ് ഒരു കുഴപ്പം. നമ്മൾ ഈ ഒരു ക്യാമറ രാത്രിയിൽ റൊട്ടേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അപ്പുറം എന്തെങ്കിലും ലൈറ്റിലേക്ക് പോയി കുടുങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ തിരിച്ചു വരത്തില്ല, അവിടെ പിടിച്ചിരിക്കും. ഈ ഒരു ക്യാമറയ്ക്ക് നല്ല അടാറ് പിക്ചർ ക്വാളിറ്റി കേട്ടോ. പിക്ചർ ക്വാളിറ്റിയുടെ കാര്യത്തിലൊന്നും ഒന്നും പറയാനില്ല, നമുക്ക് നല്ല വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. നൈറ്റ് വിഷനിലാണെങ്കിലും അത്യാവശ്യം നന്നായിട്ട് കാണിക്കാൻ സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ ആണെങ്കിൽ മഞ്ഞുള്ള സമയത്ത്, മഴയുള്ള സമയത്ത്, നല്ല വെയിലുള്ള സമയത്ത്, വണ്ടി പോണ സമയത്ത്, അങ്ങനെ എല്ലാ വീഡിയോസും ഞാൻ ഫുള്ളായിട്ട് ഇതിനു മുമ്പ് ഒരു വീഡിയോ ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. ഇതിലെങ്ങനെയാണോ നിങ്ങൾക്ക് മഴക്കാലത്ത് മഞ്ഞുള്ള സമയത്തും അതുപോലെ വണ്ടിയുടെ ഒക്കെ നമ്പറൊക്കെ കാണുന്നത് എങ്ങനെയാണെന്നൊക്കെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ അങ്ങനെ വിഷ്വൽസ് ഒന്നും വലിയ കാര്യമായിട്ട് കാണിക്കുന്നില്ല. ഞാനിതേ വീടിൻ്റെ റോഡിൻ്റെ അടുത്താണ് ഈ ഒരു ക്യാമറ വെച്ചിരിക്കുന്നത്. നമ്മുടെ വൈഫൈ മോഡത്തിൽ നിന്ന് ഇവിടം വരെയാണെങ്കിൽ കുറച്ച് ദൂരമുണ്ട്. എന്നാലും നമുക്ക് ഒരു പകുതി കട്ട റേഞ്ച് ക്യാമറയിൽ കാണിക്കുന്നുണ്ട് വൈഫൈയുടെ. പക്ഷേ മൊബൈലിൽ നോക്കുമ്പോൾ ഫുൾ കട്ടയാണ് കാണിക്കുന്നത്. അത് പറഞ്ഞിട്ട് കാര്യമില്ല, മൊബൈലിൽ പിടിക്കുന്ന ആ ഒരു വൈഫൈ സിഗ്നലൊന്നും ഈ ഒരു ക്യാമറ പിടിക്കുന്നില്ല. പിന്നെ ഇപ്പോഴത്തെ പുതിയ ക്യാമറയിലാണെങ്കിൽ ആൻറ്റിനയൊക്കെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ അത് മേടിക്കുക. അതിൽ 2 ക്യാമറ ഉണ്ട്. ഓഫർ കിട്ടിക്കഴിഞ്ഞാലേ ആ ഒരു ക്യാമറ വാങ്ങിയിട്ട് നമുക്ക് അതിൻ്റെ വീഡിയോസ് ചെയ്യാം. പിന്നെ ഉണ്ടല്ലോ, ഈ ഒരു ക്യാമറയിൽ റെക്കോർഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് മെമ്മറി കാർഡിലാണ്. ക്ലൗഡിൽ സ്റ്റോർ ചെയ്യാം, പക്ഷേ അതിന് പൈസ കൊടുക്കണം. മെമ്മറി കാർഡ് സ്റ്റോർ ചെയ്യുമ്പോൾ നിങ്ങൾ അത്യാവശ്യം സ്പീഡുള്ള ഒരു മെമ്മറി കാർഡ് വാങ്ങിച്ചിടുക. പിന്നെ ഉണ്ടല്ലോ, ഈ ഒരു ക്യാമറയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഇൻ്റർനെറ്റിന് അത്യാവശ്യം സ്പീഡ് വേണം. പിന്നെ ഇതൊരു വൈഫൈ ക്യാമറ ആണെങ്കിലും ഇതിൽ ഫുൾ ടൈം വൈഫൈ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് നിങ്ങളുടെ ഫോണിൽ നിന്ന് ഹോട്ട്സ്പോട്ട് ഓണാക്കിയിട്ട് വൈഫൈ കൊടുത്തു കഴിഞ്ഞാലും ഈ ഒരു ക്യാമറ വർക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ മെമ്മറി കാർഡിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ആ ഒരു വീഡിയോസൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ഒരു ക്യാമറയിലെ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കാൻ വേണ്ടി വൈഫൈയുടെ ആവശ്യമൊന്നുമില്ല. അത് ഈ ഒരു ക്യാമറയിൽ വൈഫൈ ഇല്ലെങ്കിലും മെമ്മറി കാർഡ് ഇട്ട് വെച്ചാൽ നടക്കുന്നതാണ്. നിങ്ങൾക്ക് ലൈവായിട്ട് വീഡിയോസ് കാണണമെങ്കിലും ഈ ഒരു ക്യാമറയിൽ റെക്കോർഡ് ചെയ്ത വീഡിയോസ് പിന്നീട് കാണണമെങ്കിലും ഒരു വൈഫൈ നെറ്റ്വർക്കിൻ്റെ ആവശ്യമുണ്ട്. അതിനാണ്ട് ക്യാമറയ്ക്ക് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി വൈഫൈ ആവശ്യമില്ല. ഇതിലുപയോഗിക്കുന്ന മെമ്മറി കാർഡ് ഒരിക്കലും ഫുള്ളായിട്ട് സ്റ്റോറേജ് തീരത്തില്ല. കാരണം ഏറ്റവും ആദ്യത്തെ ദിവസം നമ്മൾ റെക്കോർഡ് ചെയ്ത ഫയല് ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ആയിക്കൊണ്ടിരിക്കും, സ്റ്റോറേജ് കുറയും തോറും. ഒരുപാട് പേർക്ക് ഉള്ള സംശയമാണ് റോട്ടിൽ കൂടെ പോകുന്ന വണ്ടിയുടെ നമ്പർ കിട്ടുമോ എന്ന്. നമ്പർ കിട്ടും, ഞാൻ കാണിച്ചു തരാം. എൻ്റെ വീട് കണ്ടോ, ഇത് റോഡിൻ്റെ താഴോട്ടാണെങ്കിൽ നല്ലൊരു ഇറക്കമാണ്, അത്യാവശ്യം നല്ല ഇറക്കമാണ് കേട്ടോ. അതുകൊണ്ട് വണ്ടി അത്ര നല്ല സ്പീഡിലല്ല കയറി വരുന്നത്. പിന്നെ എൻ്റെ വീടിൻ്റെ മുമ്പിൽ നിന്നാണ് താഴോട്ട് ഇറക്കം തുടങ്ങുന്നത്. അപ്പോൾ താഴോട്ട് ഇറങ്ങുമ്പോഴും വണ്ടി ഒന്ന് ബ്രേക്ക് പിടിച്ചിട്ടാണ് ഇറങ്ങിപ്പോകുന്നത്. അതുകൊണ്ട് വണ്ടി കുറച്ച് സ്പീഡ് കുറവായതുകൊണ്ട് നമ്പർ വ്യക്തമായിട്ട് കിട്ടും. നല്ല ഫാസ്റ്റായിട്ട് കത്തിച്ച് പോകുന്ന പിള്ളേരൊക്കെ ആണെങ്കിൽ അവരുടെ നമ്പർ ചില സമയത്ത് കിട്ടാറില്ല. നൈറ്റ് വിഷൻ സമയത്ത് ഒരു വണ്ടിയുടെ നമ്പർ കിട്ടാറില്ല. കാരണം ആ ഒരു വണ്ടിയുടെ ലൈറ്റ് കാരണം ആ നമ്പറൊന്നും തെളിഞ്ഞ് കാണാറില്ല. അതാണ് നൈറ്റ് വിഷൻ്റെ സമയത്തുള്ള സംഭവം. നിങ്ങളുടെ വീടിനവിടെ വണ്ടി നല്ല ഫാസ്റ്റായിട്ട് പോകണമെങ്കിൽ നമ്പറൊന്നും കിട്ടത്തില്ല. അല്ലെങ്കിൽ ഒരു അത്യാവശ്യം സ്പീഡ് കുറച്ചൊക്കെ പോകുന്ന ഏരിയ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്പർ നല്ല വ്യക്തമായിട്ട് കിട്ടും. രാത്രിയിലെ നൈറ്റ് വിഷൻ ഒഴിവാക്കിയിട്ട് ലൈറ്റ് ഉപയോഗിച്ചിട്ട് ഇതിനകത്ത് കളറിൽ കാണാൻ സാധിക്കും. പക്ഷേ ആൾക്കാരെ ഒന്നും വ്യക്തമായിട്ട് കാണാൻ സാധിക്കില്ല കേട്ടോ. നൈറ്റ് വിഷന് അത്ര ലുക്കിൽ കാണാൻ പറ്റില്ല, മനസ്സിലാകത്തില്ല നമുക്ക്. പിന്നെ ഇതിൽ
ഇപ്പോൾ റോട്ടിൽ കൂടെ ആരിൽ നടന്നു പോകുമ്പോഴൊക്കെ വർത്താനം പറയുമ്പോഴൊക്കെ നല്ല വ്യക്തമായിട്ട് കേൾക്കാം. ഇപ്പം നമ്മുടെ കുറ്റമൊക്കെ പറഞ്ഞ് അയൽവക്കംകാർ പോവാണെങ്കിൽ നല്ല സൂപ്പറായിട്ട് നമുക്കത് കേൾക്കാം. പിന്നെ പലരും കമൻറ്റ് അടിക്കുന്ന പോലെ തന്നെ നമ്മൾ ഒരു പട്ടിക്കാട്ടിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് CCTVയുടെ ആവശ്യമൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ അയൽവക്കത്തെ ചേച്ചിയോട് ചോദിച്ചാൽ മതി നമ്മുടെ വീട്ടിൽ ആരൊക്കെ വന്നെന്ന് അവർ കറക്റ്റായിട്ട് പറഞ്ഞു തരും. മഴയത്തും വെയിലത്തും ഇരുന്നാലും കുഴപ്പമില്ല എന്നാണ് കമ്പനി പറയുന്നത്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതിൻ്റെ മുകളിൽ ചെറിയ എന്തെങ്കിലും സാധനം വെച്ചിട്ട് മഴവെള്ളം ഡയറക്റ്റ് ചാടാണ്ട് വെക്കുന്നതാണ് നല്ലത്. കാരണം മഴവെള്ളം ലെൻസിലൊക്കെ ആയി കഴിഞ്ഞാലേ പിക്ചറൊന്നും മര്യാദയ്ക്ക് കിട്ടുന്നില്ല. പിന്നെയാണെങ്കിൽ വെയിലൊക്കെ അടിക്കാണ്ട് വെച്ചാൽ ഇതിൻ്റെ പുറമൊക്കെ പ്ലാസ്റ്റിക്കാണ്. അതൊക്കെ നല്ല ലുക്കിൽ തന്നെ ഇരിക്കും. ഇതിപ്പോൾ 11 മാസം കഴിഞ്ഞു, ഇപ്പോഴും നല്ല പുത്തൻ ലുക്കിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ഈ ക്യാമറയുടെ സൗണ്ട് ആണെങ്കിലും അത്യാവശ്യം നല്ലൊരു സൗണ്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മളില്ലാ സമയത്ത് പോസ്റ്റ്മാനൊക്കെ വരികയാണെങ്കിൽ അവിടെ ലെറ്റർ വെച്ചിട്ട് പൊക്കോ എന്ന് ഈ ഒരു ക്യാമറയിൽ നമുക്ക് അവരോട് പറയാൻ സാധിക്കും. അവർക്ക് തിരിച്ച് നമ്മോട് സംസാരിക്കാൻ സാധിക്കും. അതൊക്കെ പക്കയാണ്. ആകെ ഒരു നെഗറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ അതിനകത്ത് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കി മൊത്തം നല്ല പോസിറ്റീവ് കാര്യങ്ങൾ മാത്രമാണ് ഈ ക്യാമറ ഉപയോഗിച്ചിട്ട് എനിക്കിതുവരെ മനസ്സിലായത്. പിന്നെ എന്തെങ്കിലും നെഗറ്റീവ് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ അതിനകത്ത് പറയുന്നതായിരിക്കും. നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം.